ഇത് 100% ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ പേടിഎം നമ്പറോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴിയോ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി ഒരൊറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അതായത് നമുക്ക് കണക്ക് കൂട്ടിയാണ് ഇതിനകത്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ മാത്ത് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തുള്ള. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നതായിരിക്കും കണക്ക് കൂട്ടാനുള്ള. അത് നിങ്ങൾ അടിച്ചടിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടി 5 രൂപയാണ് നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടത്. അതുപോലെ ഇതിനകത്ത് നമുക്ക് കോയിൻസ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് 600 കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 രൂപയായിട്ട് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് ജെന്യുവനാണ്. കറക്റ്റായിട്ട് നിങ്ങൾ വിഡ്രോയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് 5 രൂപ കിട്ടണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്താലാണ് 5 രൂപ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുക ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വർക്ക് ചെയ്ത് അത്യാവശ്യം പൈസയൊക്കെ ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ സർവീസ് സൈറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇതിനകത്തൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇത് ജെന്യുവൻ ആയിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ മണി മേക്കിംഗ് യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രം ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരാഴ്ചയെങ്കിലും ടൈം എടുക്കും നിങ്ങൾക്ക് ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ഓർക്കുക. ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് 12 കോയിൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആലോചിക്കുക 600 കോയിൻസ് വേണം നമുക്ക് 5 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ.